നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ച് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. उसी प्रॉपर्टी को क्रिएट कर सकते हैं जो आपका हकदार है, जो आपका 100% हिस्सा है, उसी को ही आप वक़्फ क्रिएट कर सकता है. बच्चों का और महिला का अधिकार नहीं छीन सकता है. ये बहुत बड़ा रिफॉर्म है. मुसलमानों में अगर वो चाहते हैं कि महिला आगे ना बढ़े तो ये लोग तो इसको विरोध करेंगे, लेकिन जो थोड़ा प्रोग्रेसिव सोचने वाले, जो थोड़ा बारीकी से अगर सोचेंगे तो कितना गलत बात है कि समाज में महिलाओं को दबाने का काम करते हैं और यहाँ जोर जोर से बोलते हैं. अध्यक्ष महोदय जी, सारा मैनेजमेंट जो सरकार का जमीन या प्राइवेट का जो जमीन है, इसका कलेक्टर को इन्होंने कमेटी के माध्यम से सुझाव किया है कि हर चीज कलेक्टर को क्यों ऑथराइज किया गया है. तो कमेटी के बात को माना है कि कलेक्टर से ऊपर कोई भी अधिकारी, कलेक्टर से ऊपर जो अधिकारी है वो देखेंगे सरकारी जमीन और कोई डिस्प्यूट है वक्फ बोर्ड के साथ या किसी मुतावली के साथ डिस्प्यूट है, उसका जांच कलेक्टर के ऊपर अधिकारी करेंगे. ये कमेटी ने सुझाव दिया था और उसी को വഖഫ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകളാണ് ഇപ്പോൾ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചിരുന്നു. ഭേദഗതിയിന്മേൽ നിർദ്ദേശം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ ഇക്കാര്യം കിരൺ റിജിജു തള്ളിക്കളഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ബില്ലിലെ ഓരോ വ്യവസ്ഥകളും അതിന്റെ ഗുണങ്ങളും എടുത്തു പറയുകയാണല്ലോ ന്യൂനപക്ഷ മന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രിയോടെ ബിൽ ലോക്സഭ കടക്കും എന്ന കാര്യം ഉറപ്പല്ലേ? മഞ്ജുഷ, 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാണ് വഖഫ് ബിൽ ലോക്സഭയിൽ വെച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ എന്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വഖഫ് ബിൽ മതവിശ്വാസത്തിൽ, മുസ്ലിം മതവിശ്വാസത്തിൽ ഇടപെടുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പകരം ഇത് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ബില്ലെന്നാണ് വാദമാണ് ഇപ്പോൾ അദ്ദേഹം നിരത്തിയിരിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഒരു സ്വകാര്യ സ്വത്താണ്. അതിനെ ഒരിക്കലും പ്രതിരോധ വകുപ്പിന്റെ സ്വത്തുമായോ അല്ലെങ്കിൽ റെയിൽവേയുടെ ഭൂമിയായോ മറ്റൊന്നും താരതമ്യം ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മോദി സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തോടായി അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് ഏതാണ്ട് 123 വഖഫ് ഭൂമികൾ ഇത്തരത്തിൽ സർക്കാർ ഭൂമി വഖഫിന്റെ ഭൂമിയായി മാറി എന്ന പരാമർശം കൂടി ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് പ്രതിപക്ഷ അംഗങ്ങളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തിന് ഇടയാക്കി. കേരള ഹൈക്കോടതിയുടെ വഖഫുമായി ബന്ധപ്പെട്ട പരാമർശവും അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് കാലത്തെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാർലമെന്റ് ഭൂമി പോലും വഖഫിൻ്റെതായി മാറുമെന്ന പരിഹാസം പോലും ന്യൂനപക്ഷകാര്യ മന്ത്രിയുടെ ഭാഗത്തുനിന്നായി ഉണ്ടായി. എന്നാൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. അതായത് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്നാണ് KC വേണുഗോപാലും NK പ്രേമചന്ദ്രനും ചൂണ്ടിക്കാണിച്ചത്. അത് സർക്കാർ തള്ളുകയാണ് ചെയ്തത്. കിരൺ റിജിജുവും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അക്കാര്യം തള്ളിക്കളഞ്ഞു. കാരണം ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലാണ്. അത് പിന്നീട് JPCക്ക് വിടണമെന്ന ആവശ്യം പ്രതിപക്ഷമാണ് ഉന്നയിച്ചത്. അങ്ങനെ JPCക്ക് വിട്ടുകൊണ്ട് ഭേദഗതികൾ നിർദ്ദേശിച്ചാണ് ബില്ല് വന്നത്. അപ്പോൾ സമയം ലഭിച്ചില്ല എന്ന വാദം ശരിയല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബില്ലിന്മേലുള്ള വിശദമായ ചർച്ച നടക്കും. 8 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി വരെ ഈ ചർച്ച നീണ്ടുപോകും. 8 മണിക്കൂർ എന്നുള്ളത് ഒരുപക്ഷെ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇനി മഞ്ജു ചോദിച്ച പോലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളികളില്ല. പ്രത്യേകിച്ച് 2 സഭകളിലും സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. JDUവും TDPക്കും മേൽ വ്യക്തിനിയമ ബോർഡിന്റെ അടക്കം സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ഈ 2 കക്ഷികളും ഇപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 293 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയും. അവർ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിലും സമാനമായ സ്ഥിതിയാണ്. 237 നിലവിലെ അംഗബലം. 122 അംഗങ്ങൾ NDAയ്ക്കുണ്ട്. അവിടെ 119 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഏതായാലും ലോക്സഭയിൽ ബില്ല് പാസ്സാക്കും. നാളെ രാജ്യസഭയിലും കൊണ്ടുവന്ന് ഈ സെഷനിൽ തന്നെ ബില്ല് പാസ്സാക്കുകയാണ്. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. 8 മണിക്കൂറാണ് വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച ഉണ്ടായിരിക്കുക. രാവിലെ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ക്രമപ്രശ്നം ഉന്നയിച്ചതാണ്
പ്രതിപക്ഷം. കെ സി വേണുഗോപാലാണ് ഈ വിഷയം ഉന്നയിച്ചത്. ആവശ്യത്തിന് സമയം ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് കിട്ടിയില്ല എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Bill, when you are bringing it to the house, at least the members has to have the power to give amendments. Yesterday what happened, sir, this bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically, you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendment, sir. मैं इसके हार्द को सदन के सामने रखना चाहता हूं। भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा। आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया, जिसका विपक्ष का भी बड़ा आग्रह था। कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया। वो जो मत प्रकट हुआ, वो मत फिर से कैबिनेट के सामने गया। വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നതിനാൽ UDF എംപിമാരുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ബില്ലിനെ എതിർക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്ന് ശശി തരൂരിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് കെ സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്ന് ഇന്നും നാളെയുമായി അറിയാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമ ഭേദഗതി. വിശ്വാസത്തിൽ ഇടപെടുകയാണെന്നും മറ്റ് സമുദായങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും സാദിഖ് അലി തങ്ങളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെന്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമില്ലെന്ന് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. വഖഫ് ബോർഡിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നീക്കം ബോർഡിന്റെ ഘടനയെ തകർക്കാനാണെന്നാണ് ആരോപണം. ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ ഇതിനെ മുനമ്പത്തോട് ചേർത്ത് നിർത്തുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അന്യന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫിന് നിലവിൽ അധികാരമില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ പറയാനുള്ളൊരു കാര്യം, മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും അല്ലെങ്കിൽ മുനമ്പം വിഷയവും ഈ വഖഫ് അമെൻഡ്മെന്റ് ആക്ടും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ദുരുദ്ദേശ്യപരമാണ്. കാരണം മുനമ്പം വഖഫാണോ അല്ലയോ എന്ന കാര്യം ഗവൺമെന്റ്, കോടതികൾ, അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതേവരെ ചർച്ച ചെയ്തതാണ്. ഗവൺമെന്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. എന്നാൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടല്ല വഖഫ് അമെൻഡ്മെന്റ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചർച്ച കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ അതിന്റെ സെഷൻ അവസാനിക്കുന്ന സമയത്ത് ഒരു BJP മെമ്പർ വഖഫ് നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയണം എന്ന് പ്രസംഗിക്കുകയും ഈ ഗവൺമെന്റ് വന്ന ഉടനെ അതിനുവേണ്ട സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയവുമായി ഇതിന് ബന്ധമില്ല, ഇതിനെ ബന്ധപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതവും സൗഹൃദം തകർക്കുന്ന രീതിയിലുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.